താൻ ചെയ്യുന്ന കാര്യങ്ങൾക്കെല്ലാം തിരികെ തനിക്കിട്ട് തന്നെ കിട്ടുന്ന അവസ്ഥയിലേക്ക് ഇപ്പോൾ അമേരിക്ക മാറിക്കൊണ്ടിരിക്കുകയാണെന്നാണ് പൊതുവെ ഉണ്ടാകുന്ന വിലയിരുത്തൽ. അതായത് ഇത്ര നാളും ഈ ലോകത്തെ അടക്കി ഭരിച്ച നിങ്ങൾക്ക് വിശ്രമിക്കാൻ ഇതാ സമയം ആഗതമായിരിക്കുന്നുവെന്നും തന്നേക്കാൾ ഒരു രാജ്യവും വലുതാകരുതെന്ന് ഉറപ്പിച്ചു നിൽക്കുന്ന നിങ്ങൾ നടത്തുന്ന ഈ നീക്കങ്ങൾ ഇപ്പോൾ നിങ്ങളെ തന്നെ തിരിഞ്ഞു കൊത്തുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചിരിക്കുകയാണെന്നാണ് പൊതുവെ ഉണ്ടാകുന്ന വിലയിരുത്തൽ. അമേരിക്കയുടെ സിംഹാസനം ഇളക്കാൻ അവർ കരുക്കൾ നീക്കി തുടങ്ങിയിട്ട് കാലം കുറച്ചായി. ഇറാനും ചൈനയും ഉത്തര കൊറിയയും റഷ്യയും ചേർന്നൊരുക്കുന്ന പത്മയുഗത്തിൽ അമേരിക്ക കത്തിയമരുമെന്നാണ് പൊതുവെ ഉണ്ടാകുന്ന വിലയിരുത്തലുകൾ. അമേരിക്കയെ താങ്ങി നിർത്തുന്ന മറ്റു ശക്തികൾക്കും ആ കത്തിയമരുന്ന തീയിൽ നിന്നും പൊള്ളലേൽക്കാനും സാധ്യതകളുണ്ട്. ലോകശക്തികളുടെ സമവാക്യങ്ങളെ പാടെ തിരുത്തി എഴുതാൻ പോകുന്ന ആ തന്ത്രപരമായ കൂട്ടുകെട്ടിനെ കുറിച്ചാണ് ഇന്ന് നാം ഇവിടെ സംസാരിക്കാൻ പോകുന്നത്. വാഷിംഗ്ടൺ ആസ്ഥാനമായ ഫൗണ്ടേഷൻ ഫോർ ഡിഫൻസ് ഓഫ് ഡെമോക്രസി അഥവാ FDC അടുത്തിടെ പുറത്തുവിട്ട പഠന റിപ്പോർട്ട് അമേരിക്കൻ വിദേശനയ വിദഗ്ധരും ആഗോള സുരക്ഷാ നിരീക്ഷകരും ഒരുപോലെ ഞെട്ടിച്ചിരിക്കുകയാണ്. ബ്രാഡ്ലി എൻ ബൗമൻ, അതുപോലെ തന്നെ എലൻ കെ ഡിഫൻസ്കി, മുൻ റിയൽ അഡ്മിറൽ മാർക്ക് മോൺഗോമറി എന്നിവർ ചേർന്നാണ് ഈ ഗ്രന്ഥം തയ്യാറാക്കിയിട്ടുള്ളത്. ചൈന, റഷ്യ, ഇറാൻ, ഉത്തര കൊറിയ എന്നീ 4 അധിനിവേശ ശക്തികൾ കൈകോർക്കുന്നതിന് പുസ്തകത്തിൽ അക്രമകാരികളുടെ അച്ചുതണ്ട് എന്നാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത്. അത്രത്തോളം ശക്തമാണ് അവരുടെ കൂട്ടുകെട്ടെന്ന് ഈ പുസ്തകം അടിവരയിട്ട് പറയുന്നു. ഇത് അമേരിക്കൻ സുരക്ഷയ്ക്കും ലോക സമാധാനത്തിനും ഉയർത്തുന്ന ഭീഷണി നിസ്സാരമൊന്നുമല്ല എന്ന് പുസ്തകം വ്യക്തമായി ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. എന്താണ് വിഷയമെന്ന് നമുക്ക് ആഴത്തിൽ തന്നെ പരിശോധിക്കേണ്ടതുണ്ട്. ഒപ്പം ഈ കൂട്ടുകെട്ടിനെ നിങ്ങൾ എങ്ങനെ കാണുന്നുവെന്നും ഇപ്പോൾ തന്നെ കമൻ്റായി രേഖപ്പെടുത്തേണ്ടത് കൂടിയാണ്. അമേരിക്കൻ വിദേശനയ വിദഗ്ധരും ആഗോള സുരക്ഷാ ജീവനക്കാരെയും ഒരുപോലെ ഞെട്ടിച്ചുകൊണ്ട് പുതിയൊരു സുരക്ഷാ മുന്നറിയിപ്പാണ് പുറത്തു വന്നിരിക്കുന്നത്. ലോകശക്തികളുടെ സമവാക്യങ്ങളെ പാടെ തിരുത്തി എഴുതാൻ പോകുന്ന ആഗോള കൂട്ടുകെട്ടിനെ കുറിച്ചാണ് ഈ റിപ്പോർട്ട് സംസാരിക്കുകയും ചെയ്യുന്നത്. വാഷിംഗ്ടൺ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഫൗണ്ടേഷൻ ഫോർ ഡിഫൻസ് ഓഫ് ഡെമോക്രസി എന്ന് പറയുന്ന അവരാണ് ഈ പുസ്തകങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നത്. ഈ 4 സംഘം നാറ്റോ പോലെ ഔദ്യോഗികമായി എഴുതപ്പെട്ടൊരു സൈനിക സഖ്യമല്ല എന്നുള്ളത് നമ്മളിവിടെ മനസ്സിലാക്കണം. അവർക്കിടയിൽ ഒപ്പുവെച്ച കരാറുകളോ നിയമങ്ങളോ ഉണ്ടാകണമെന്നുമില്ല. എന്നാൽ പരസ്പരം കൈകോർത്തുകൊണ്ട് അവർ നടത്തുന്ന തന്ത്രപരമായ സഹകരണം ലോകത്തെ മാറ്റിമറിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. സൈനികം, സാമ്പത്തികം, സൈബർ സാങ്കേതിക വിദ്യ എന്നീ തന്ത്രപ്രധാന മേഖലകളിൽ ഇവർ നടത്തുന്ന കൊടുക്കൽ വാങ്ങലുകൾ ലോകത്തെ ഭീതിയിലാക്കുന്നുണ്ട്. 2019 മുതൽ 2025 വരെയുള്ള കാലയളവിൽ മാത്രം ഈ രാജ്യങ്ങൾ തമ്മിൽ 616 വലിയ സൈനിക സുരക്ഷാ സഹകരണ സംഭവങ്ങൾ നടന്നതായി റിപ്പോർട്ട് വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതായത് ബാഹ്യലോകം കരുതുന്നതിലും എത്രയോ ആഴത്തിലുള്ളതാണ് ഇവരുടെ ബന്ധമെന്നാണ് ഈ പുസ്തകം പറയുന്നത്. ശീതയുദ്ധകാലത്തിന് ശേഷം ലോകം കണ്ട ഏറ്റവും വലിയ ഭൗമരാഷ്ട്രീയ പ്രതിസന്ധിയാണിത്. 2ാം ലോക മഹായുദ്ധകാലത്ത് ലോകത്തിന് ഭീഷണിയായ അച്ചുതണ്ട് ശക്തികളെ ഓർമ്മിപ്പിക്കുന്ന രീതിയാണ് ഈ രാജ്യങ്ങളുടെ പുതിയ നീക്കങ്ങളെല്ലാം. അന്ന് ജർമ്മനിയും ഇറ്റലിയും ജപ്പാനും ചേർന്നാണ് ലോകത്തെ മഹായുദ്ധത്തിലേക്ക് തള്ളിയിട്ടതെങ്കിൽ ഇന്ന് ഈ 4 രാജ്യങ്ങൾ അതിലും മാരകമായ സാങ്കേതിക മികവോടെ കൈകോർത്തിരിക്കുകയാണ്. റഷ്യയുടെ ഉക്രൈൻ അധിനിവേശം മുതൽ മിഡിൽ ഈസ്റ്റിലെ സംഘർഷങ്ങൾ വരെ പരിശോധിച്ചാൽ ഈ സഹകരണത്തിൻ്റെ പ്രത്യാഘാതങ്ങൾ നമുക്ക് കൃത്യമായിട്ട് കാണാനാവുന്നതാണ്. ഉക്രൈൻ യുദ്ധത്തിൽ റഷ്യയ്ക്ക് ആവശ്യമായ ആയുധങ്ങളും ഡ്രോണുകളും നൽകുന്നത് ഇറാനും ഉത്തര കൊറിയയുമാണെന്നുള്ള വാർത്തകൾ നമ്മൾ നിരവധി കണ്ടിട്ടുള്ളതാണ്. ഇറാൻ നിർമ്മിത ഷഹ ഡ്രോണുകൾ ഉക്രൈനിലെ നഗരങ്ങളിൽ നാശം വിതയ്ക്കുമ്പോൾ ഉത്തര കൊറിയ നൽകുന്ന ലക്ഷക്കണക്കിന് പീരങ്കി ഉണ്ടകളും ബാലിസ്റ്റിക് മിസൈലുകളുമാണ് റഷ്യൻ സൈന്യത്തിന് കരുത്ത് കൂട്ടുന്നത്. മാത്രമല്ല ഉത്തര കൊറിയ പട്ടാളക്കാരെ വരെ റഷ്യൻ സൈന്യത്തിന് നൽകുന്നുമുണ്ട്. പകരം ഉത്തര കൊറിയയ്ക്കും ഇറാനും ആവശ്യമായ അത്യാധുനിക ബഹിരാകാശ മിസൈൽ സാങ്കേതിക വിദ്യകളും സാമ്പത്തിക സഹായവും റഷ്യ ഇവിടെ നൽകുകയും ചെയ്യുന്നു. ഈ ചക്രത്തിന്റെ മധ്യത്തിൽ വലിയൊരു നിഴലായി സാമ്പത്തിക ഭീമനായിട്ടുള്ള ചൈനയും നിലകൊള്ളുന്നു എന്ന കാര്യമാണ് നാം ഇവിടെ മനസ്സിലാക്കേണ്ടത്. പാശ്ചാത്യ രാജ്യങ്ങൾ ഈ രാജ്യങ്ങൾക്ക് മേൽ ചുമത്തിയ കടുത്ത സാമ്പത്തിക ഉപരോധങ്ങളെ മറികടക്കാൻ ഇവർ തമ്മിലുള്ള സാമ്പത്തിക കൂട്ടുകെട്ട് സഹായിക്കുന്നുമുണ്ട്. അമേരിക്കയും യൂറോപ്യൻ യൂണിയനും ഏർപ്പെടുത്തിയ ഉപരോധങ്ങൾ കാരണം ലോക വിപണിയിൽ ഒറ്റപ്പെട്ടു പോകേണ്ടിയിരുന്ന റഷ്യൻ സമ്പദ് വ്യവസ്ഥയെ താങ്ങി നിർത്തുന്നത് ചൈനയാണ്. റഷ്യയിൽ നിന്നുള്ള എണ്ണയും വാതകവും വൻതോതിൽ വാങ്ങുന്നതിലൂടെയും പകരം ഉപഭോക്തൃ ഉൽപ്പന്നങ്ങൾ, സിവിലിയൻ സൈനിക ഇരട്ട ഉപയോഗ സാങ്കേതിക വിദ്യകൾ നൽകുന്നതിലൂടെയും ചൈന റഷ്യയ്ക്ക് ജീവവായു തന്നെയാണ് നൽകിക്കൊണ്ടിരിക്കുന്നത്. അമേരിക്കൻ ഡോളറിന് പകരമായി പ്രാദേശിക കറൻസികളിൽ വ്യാപാരം നടത്തുന്ന രീതിയിൽ ഇവർ വ്യാപകമാക്കിയിരിക്കുകയാണ്. ഡോളറിൻ്റെ ആധിപത്യം തകർക്കാനും തങ്ങൾക്കെതിരെയുള്ള ഉപരോധങ്ങളുടെ മൂർച്ച കുറയ്ക്കാനും ഇതിലൂടെ ഇവർക്ക് സാധിക്കുകയും ചെയ്തിട്ടുണ്ട്. അമേരിക്കയും നാറ്റോ സഖ്യത്തിനും ഉണ്ടാകുന്ന പ്രഹരം വളരെ വലുതാണ്. ഒരേ സമയം 3 ഭൂഖണ്ഡങ്ങളിൽ നിന്നും വലിയ യുദ്ധങ്ങൾ നേരിടേണ്ടി വന്നാൽ അമേരിക്കൻ പ്രതിരോധ സംവിധാനം എന്ത് ചെയ്യുമെന്ന ചോദ്യമാണ് പുസ്തകം പ്രധാനമായും ഉയർത്തിയിരിക്കുന്നത്. അതായത് അമേരിക്ക പെടുമെന്ന് കൃത്യമായിട്ട് ഇതിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. യൂറോപ്പിൽ റഷ്യ, ഏഷ്യയിൽ ചൈനയും ഉത്തര കൊറിയയും, മിഡിൽ ഈസ്റ്റിൽ ഇറാൻ ഇവർ ഒരേ സമയം വെല്ലുവിളി ഉയർത്തിയാൽ അത് അമേരിക്കയുടെ പ്രതിരോധ ശേഷി ചിതറിക്കുമെന്ന കാര്യത്തിൽ കൃത്യമായി പറയപ്പെടുന്നു. 3 പ്രധാന മേഖലകളിൽ ഒരേ സമയം വൻ യുദ്ധങ്ങളിൽ ഏർപ്പെടാൻ അമേരിക്കൻ പ്രതിരോധ സംവിധാനങ്ങൾ കഴിയില്ല എന്ന് പുസ്തകം മുന്നറിയിപ്പ് നൽകുന്നു. നിലവിലുള്ള വാഷിംഗ്ടൺ നയങ്ങൾ
അടിയന്തിരമായി തിരുത്തേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു എന്നാണ് ഗ്രന്ഥകർത്താക്കൾ വ്യക്തമാക്കിയിരിക്കുന്നത്. സൈബർ സാങ്കേതിക വിദ്യയിലെ സഹകരണമാണ് ഇതിലെ ഏറ്റവും അപകടകരമായ മറ്റൊരു വശം. പാശ്ചാത്യ രാജ്യങ്ങളുടെ സൈനിക വിവരങ്ങളും അടിസ്ഥാന സൗകര്യങ്ങളും ചോർത്താൻ ഇവർ അത്യാധുനിക സൈബർ ആയുധങ്ങൾ പരസ്പരം പങ്കുവയ്ക്കുന്നു. റഷ്യൻ ഹാക്കർമാരുടെ, ചൈനീസ് സൈബർ സംഘങ്ങളുടെയും ഉത്തര കൊറിയൻ കമ്പ്യൂട്ടർ വിദഗ്ധരുടെയും സംയുക്ത ആക്രമണങ്ങൾ തടയാൻ അമേരിക്കൻ ഏജൻസികൾക്ക് വലിയ അധ്വാനം വേണ്ടിവരുന്നുണ്ട്. ഇന്റലിജൻസ് വിവരങ്ങൾ തത്സമയം പങ്കുവെക്കുന്നതിലൂടെ പാശ്ചാത്യ പ്രതിരോധ നീക്കങ്ങളെ കൃത്യമായി പ്രതിരോധിക്കാനും ഇവർക്ക് സാധിക്കുന്നുമുണ്ട്. ലോക സമാധാനവും ജനാധിപത്യ മൂല്യങ്ങളും വെല്ലുവിളിക്കപ്പെടുന്ന ഈ ഘട്ടത്തിൽ വാഷിംഗ്ടൺ എന്ന പുതിയ തന്ത്രങ്ങൾ ആവിഷ്കരിക്കേണ്ടതുണ്ട്. പരമ്പരാഗതമായ വിദേശ നയ രീതികൾ കൊണ്ട് ഈ പ്രതിസന്ധിയെ നേരിടാൻ കഴിയുകയുമില്ല. ഇൻഡോ പസഫിക് മേഖലയിലെ അറ്റ്ലാന്റിക് സഖ്യകക്ഷികളുടെയും ഏഷ്യൻ പങ്കാളികളെയും ഏകോപിപ്പിച്ചുകൊണ്ട് ശക്തമായൊരു പ്രതിരോധ വലയം തീർക്കുക മാത്രമാണ് ഏക പോം വഴിയും. ജപ്പാൻ, ദക്ഷിണ കൊറിയ, ഓസ്ട്രേലിയ, ഇന്ത്യ തുടങ്ങിയ രാജ്യങ്ങളുമായുള്ള ബന്ധം മെച്ചപ്പെടുത്തേണ്ടത് അമേരിക്കയ്ക്ക് അത്യന്താപേക്ഷിതമായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. ഒരു പുതിയ ശീതയുദ്ധത്തിൻ്റെ വാതിൽ പിടിയിലാണ് ഇപ്പോൾ നമ്മളെല്ലാവരും നിൽക്കുന്നത്. ആഗോള ശക്തികളുടെ ഈ അച്ചുതണ്ട് ലോകക്രമത്തെ എങ്ങോട്ടാണ് നയിക്കുക എന്നത് വളരെ ഉത്കണ്ഠ ഉണ്ടാക്കുന്ന ഒരു കാര്യം കൂടിയാണ്. അമേരിക്ക മുന്നറിയിപ്പുകൾ ഉൾക്കൊണ്ട് തങ്ങളുടെ നയങ്ങൾ തിരുത്തുമോ അതോ ലോകം മറ്റൊരു ആഗോള യുദ്ധത്തിൻ്റെ പിടിയിലാകുമോ എന്നത് കാത്തിരുന്ന് കാണേണ്ട ഒരു കാര്യം കൂടി തന്നെയാണ്. എന്തായാലും ചൈന, റഷ്യ, ഇറാൻ, ഉത്തര കൊറിയ എന്നീ രാജ്യങ്ങൾക്കിടയിൽ അതിവേഗം ശക്തിപ്പെടുന്ന തന്ത്രപ്രധാനമായ പങ്കാളിത്തം ആഗോള രാഷ്ട്രീയത്തിലും ആഗോള സുരക്ഷാ സമവാക്യങ്ങളിലും വലിയ ചലനങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ കാര്യം നമ്മൾ കൃത്യമായിട്ട് തന്നെ മനസ്സിലാക്കേണ്ടത് കൂടിയാണ്. അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള പഠനങ്ങളും പുസ്തകങ്ങളും വരെ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഔപചാരികമായ ഒരു സൈനിക ഉടമ്പടി ഇല്ലെങ്കിൽ പോലും പാശ്ചാത്യ ആധിപത്യത്തെയും അമേരിക്കൻ സ്വാധീനത്തെയും ചെറുക്കുക എന്നുള്ള പൊതുലക്ഷ്യം മുൻനിർത്തി ഈ രാജ്യങ്ങൾ നടത്തുന്ന സംയുക്ത നീക്കങ്ങൾ വാഷിംഗ്ടണിനും അതിൻ്റെ സഖ്യകക്ഷികൾക്കും അത്ഭുതപൂർണമായ ഭീഷണി തന്നെയാണ് ഉയർത്തിക്കൊണ്ടിരിക്കുന്നത്. റഷ്യ ഉക്രൈൻ യുദ്ധത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഈ നാൾവർ സംഘത്തിൻ്റെ സഹകരണം പുതിയൊരു ഘട്ടത്തിലേക്ക് കൂടി കടന്നിരിക്കുകയാണ്. റഷ്യയ്ക്ക് ആവശ്യമായ ആയുധങ്ങളും ഡ്രോൺ സാങ്കേതിക വിദ്യയും ഇറാനും ഉത്തര കൊറിയയും വൻതോതിൽ നൽകിയപ്പോൾ പകരമായിട്ട് അത്യാധുനിക മിസൈൽ, ബഹിരാകാശ സാങ്കേതിക വിദ്യകൾ അവർക്ക് കൈമാറാനാണ് റഷ്യ തയ്യാറായത്. മാത്രമല്ല, അമേരിക്ക ഏർപ്പെടുത്തിയ ഉപരോധങ്ങൾ ഇവർക്കെല്ലാവർക്കും തണലായിട്ട് എല്ലാ രാജ്യങ്ങളും നിന്നു. ചൈനയാകട്ടെ ഇരട്ട ഉപയോഗ സാധ്യതയുള്ള സാങ്കേതിക വിദ്യകളും സാമ്പത്തിക സഹായവും റഷ്യ നൽകിക്കൊണ്ട് റഷ്യൻ പ്രതിരോധ ഉൽപ്പാദന വ്യവസ്ഥയെ സജീവമായിട്ട് നിലനിർത്തുകയും ചെയ്തു. ഇത് മുമ്പെങ്ങുമില്ലാത്ത വിധം ഈ 4 രാജ്യങ്ങളുടെ സൈനിക ശേഷിയും ആക്രമണ സ്വഭാവത്തെയും വർദ്ധിപ്പിച്ചിട്ടുണ്ട് എന്ന യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അമേരിക്കയും യൂറോപ്യൻ യൂണിയനും ഏർപ്പെടുത്തിയ സാമ്പത്തിക ഉപരോധങ്ങളെ മറികടക്കാൻ ഈ കൂട്ടുകെട്ട് വളരെ കാര്യക്ഷമമായിട്ട് തന്നെയാണ് പ്രവർത്തിക്കുന്നത്. റഷ്യയിൽ നിന്നും ഇറാനിൽ നിന്നുമുള്ള ഊർജ്ജ സമ്പത്ത് ചൈന വൻതോതിൽ വാങ്ങുന്നതിലൂടെ ആഗോള സാമ്പത്തിക വ്യവസ്ഥയിൽ നിന്നും ഒറ്റപ്പെട്ടു പോകാതെ നിൽക്കാൻ ഈ രാജ്യങ്ങൾക്ക് സാധിക്കുന്നുമുണ്ട്. ഡോളറിനെ ആശ്രയിക്കാതെ സ്വന്തം കറൻസികളെ വ്യാപാരം നടത്താനും പ്രാദേശിക സാമ്പത്തിക ശൃംഖലകൾ ശക്തിപ്പെടുത്താനുമുള്ള ഇവരുടെ നീക്കം അമേരിക്കൻ ഉപരോധങ്ങളുടെ വീര്യവും ഫലപ്രാപ്തിയും ഗണ്യമായി കുറയ്ക്കുകയും ചെയ്യുന്നു.